നമസ്കാരം, വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ചില നിസ്സാരമായ ട്രിക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്തരമുള്ള ചില ട്രിക്കുകളും ടിപ്സുകളും ഒക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ച ചിക്കന് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെതറി കൊടുക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല കേട്ടോ. നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വേറിട്ട് കിട്ടും. ഈ ഐസെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിത് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ കുറേ സമയം എടുക്കും. എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ എങ്കിലും എടുക്കും ഇതൊന്ന് ഐസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു പീസെല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ അത് കട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ പിന്നെ ഒലിച്ചിറങ്ങി നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം ആകെപ്പാടി ഒരു വൃത്തികേടാകും അല്ലേ. അപ്പോൾ ഇത് ചിക്കൻ ഓൾറെഡി ഞാൻ ചെറിയ പീസ് ആക്കിയതാണ്. നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ ചെറിയ പീസ് ആക്കാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഉപ്പ് പൊടി വെതറുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം നമുക്കിതുപോലെ അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മുഴുവനും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗത്ത് കുറച്ച് ഉപ്പ് പൊടി വിതറിയാൽ ആ ഭാഗം നമുക്ക് ഈസി ആയിട്ട് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ചെറിയൊരു പാത്രത്തിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചൂടുവെള്ളമാണേ. ഇനി ഇത് കണ്ടോ, നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, നമ്മൾ പാത്രങ്ങളൊക്കെ തേച്ച് കഴിയുന്ന സ്പോഞ്ച് അതുപോലുള്ള സ്ക്രബ്ബറുകളൊക്കെ കുറച്ച് പഴകി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരുപാട് അണുക്കളുണ്ടാവും. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ ഇത് നനഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതാണ് എങ്കിൽ പോലും കൂടെ ഇത് മിക്കവാറും തന്നെ എപ്പോഴും കഴുകുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ നമ്മൾ ആ കഴുകുന്ന പാത്രത്തിലെ അഴുക്കുകളും ഒക്കെ എത്ര നമ്മൾ ഈ സ്പോഞ്ച് കഴുകി വെച്ചു എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ബാക്ടീരിയ അണുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ സ്പോഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലോട്ട് ഞാനിത് ഒരു സ്പൂൺ നിറച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെ ഉപ്പിൻ്റെ കുറേ അധികം ഉപയോഗങ്ങളാണ് ഞാനിതിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി സ്പോഞ്ച് ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഒരു രാത്രി മുഴുവനും വെക്കാം കേട്ടോ. അതായത് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഇതുണ്ടോ നമ്മളെടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെ അണുക്കളും അഴുക്കും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇതുകൊണ്ട് ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ സാധാ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്ത് ഉണക്കണം. നമ്മളിത് വെയിലത്ത് വെച്ചിട്ടോ ഒക്കെ എന്തോന്നും നല്ലപോലെ ഒന്ന് ഉണക്കി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതിപ്പം ഞാൻ കഴുകി ഉണക്കിയെടുത്ത സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല എന്താ പറയുക, കുറേ പഴകിയതാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു പുതിയതായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ കടയിൽ നിന്ന് മൗത്ത് വാഷൊക്കെ വാങ്ങിക്കാറുണ്ട്. അതിൻ്റെ റേറ്റ് എത്രയാണെന്നും നിങ്ങൾക്ക് അറിയാം അല്ലേ. നമുക്ക് വീട്ടിൽ തന്നെ മൗത്ത് വാഷ് ഉണ്ടാക്കാം ഇതുപോലെ സിമ്പിളായിട്ട്. ബേക്കിംഗ് സോഡയും ഉപ്പും മാത്രം മതി. ഇനി ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അടിപൊളി ഒരു മൗത്ത് വാഷായി. വായ്നാറ്റം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അല്ലേ. മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമുക്കിടയിൽ. അപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളാകുമ്പോൾ ഒത്തിരി പേരോട് കുഞ്ഞുങ്ങളോട് ഇടപഴകുന്നതാണല്ലോ. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേണ്ടേ, സവാള അരിയുമ്പം കണ്ണ് നീറുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാണ് അല്ലേ. സവാളയോ ഉള്ളിയൊക്കെ പൊളിക്കുക അരിയുകയും ചെയ്യുമ്പം കരയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് സമയം ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എടുത്തിട്ട് സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ കണ്ണ് നീറത്തേയില്ല കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ചെയ്തിട്ട് നോക്കുക. അപ്പം സവാള
മുറിക്കുമ്പം കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടിപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ടിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അരിയുന്ന സമയത്താണല്ലോ നമുക്ക് കണ്ണ് നീറുന്നത്. അപ്പോൾ ഇതുപോലെ ചോപ്പറിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കണ്ണ് നീറത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അനായാസം 1-2 സവാള ഈസി ആയിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഒട്ടും തന്നെ കണ്ണ് നീറാതെ. അപ്പോൾ ഇതുപോലൊരു ചോപ്പർ വാങ്ങിച്ച് നമ്മുടെ കിച്ചണിലൊന്ന് വെക്കണം കേട്ടോ, നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇത് വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. ഇനി 5ാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കംഫോർട്ടിൻ്റെ ഒരു ക്യാപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ഇതുപോലൊരു സ്പോഞ്ച് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴയ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതിയേ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. കംഫർട്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ കളയാറാണ് പതിവ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് ക്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു സൂത്രമാണിത്. നമ്മുടെ കയ്യിലുള്ള സൂചിയും അതുപോലെ തന്നെ സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കറിയാം പല വീട്ടമ്മമാരും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ ഈ സൂചി ഇവിടെ വെച്ചിരുന്നു അല്ലെങ്കിൽ പിൻ ഇവിടെ വെച്ചിരുന്നു പിന്നെ അത് കണ്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂചിയും അതുപോലെ തന്നെ പിന്നും ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി വെക്കുകയാണെങ്കിൽ പിന്നെ തിരഞ്ഞു നടന്ന് സമയം കളയേണ്ട ആവശ്യം വരത്തില്ല. ഒരു സൂചിയൊക്കെ നിരത്ത് പോയാൽ പിന്നെ അത് തപ്പിയെടുക്കണമെങ്കിൽ എന്ത് പാടായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണേ. ഇനി അടുത്ത ടിപ്പ്. ഇനി 6ാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിക്കുമ്പം കുറച്ചധികം വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കൊണ്ടുവരുന്ന മുട്ട എത്ര എണ്ണം ഇതിനകത്ത് നല്ല മുട്ടയുണ്ട് അല്ലെങ്കിൽ പോക്കായ മുട്ട അല്ലെങ്കിൽ ചീമുട്ട എത്രയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മുട്ട നല്ലതേത് ചീത്തയേതെന്ന് വേർതിരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ കുറേ മുട്ട വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുമ്പം ഒരു പക്ഷേങ്കിൽ ഫ്രിഡ്ജിനകത്താണെങ്കിൽ പോലും കൂടെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അത് അങ്ങനെ ഇതിപ്പം 2 ആഴ്ചയായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്ന മുട്ടയാണിത്. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്നതോ നമ്മുടെ വീട്ടിലിരിക്കുന്നതോ ആയ മുട്ടകൾ നമുക്ക് കേടായി പോയിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിലുള്ള മുട്ട ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പതുക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ മുട്ടയെല്ലാം താന്ന് കിടക്കുന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും മുട്ട പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ മുട്ട ചീമുട്ടയാണ് അല്ലെങ്കിൽ കേടുവന്ന മുട്ടയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങി കൊണ്ടുവരുമ്പം തന്നെ മുട്ട ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലൊക്കെ വെക്കുക കേട്ടോ. ഇനി 7ാമത്തെ ടിപ്പാണ്. നമുക്കറിയാമല്ലോ ഇപ്പം മഴക്കാലം തുടങ്ങിയതോടുകൂടി കൊതുകിൻ്റെയും ഈച്ചയുടെയും ഒക്കെ ശല്യം അതിരൂക്ഷമാണ് അല്ലേ. പ്രത്യേകിച്ച് ഈച്ച ശല്യം. അപ്പോൾ ഈച്ച ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണിത്. ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ കുറച്ച് എന്താ പറയുക ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം 1-2 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ ഉപ്പിന് 2 ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഉപ്പ് വെള്ളം കൊണ്ട് നമുക്ക് ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം കിച്ചണിലൊക്കെ ഈച്ച വന്നിരിക്കുന്ന സമയത്ത് ഈ ഉപ്പ് വെള്ളം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ടിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ ഈച്ച ശല്യമുള്ളത് അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിട്ടാൽ മതി. ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളിലാണ് ഈച്ച ശല്യം ഉള്ളതെങ്കിൽ ഉപ്പുവെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് ഇടുകയാണെങ്കിൽ പിന്നെ അവിടെ ഈച്ച വരത്തേ ഇല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഈച്ച ശല്യമുള്ളിടത്തൊക്കെ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട്, അതായത് 8ാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം മെഴുകുതിരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുറച്ച് വേസലിനും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ കുറച്ച് നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുകി വന്നു കഴിയുമ്പം അതിൻ്റെ ആ ഒരു മെഴുകുതിരിയുടെ ആ ഒരു തിരി ഉണ്ടല്ലോ അത് നമുക്ക് എടുത്തു മാറ്റാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് തണുക്കരുത്. ഇങ്ങനെ തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഈ ഒരു രീതിക്കായിരിക്കും നമുക്കിത് കിട്ടിയിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു എന്താ പറയുക ചെറിയൊരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ ഈ മഴക്കാലത്ത് നമ്മുടെ കാലിലുണ്ടാകുന്ന ദുർഗന്ധം നമുക്കറിയാമല്ലോ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മിക്കവരുടെയും കാലുകളിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത ദുർഗന്ധവും അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ആണെങ്കിൽ കാലിൻ്റെ വിരലിൻ്റെ ഇടയൊക്കെ അങ്ങോട്ട് പൊട്ടി പിന്നെ ചീഞ്ഞിട്ടൊരു ദുർഗന്ധമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കാല് വിണ്ട് കീറുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെയുള്ളൊരു നല്ല ഒരു എന്താ പറയുക
ഹോം റെമഡിയാണിത്. ഈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ക്രീം നന്നായിട്ട് ആദ്യം കാല് കഴുകിയെടുക്കണം. കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന കാലിൽ നിന്നുള്ള ദുർഗന്ധവും അതുപോലെ തന്നെ കാല് പൊട്ടി വിണ്ട് കീറുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കി പാദം നല്ല സുന്ദരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ മുഖ സംരക്ഷണത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ വേണം നമ്മുടെ പാദ സംരക്ഷണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഒരു ചെറിയ മെഴുകുതിരിയും ഒരു അല്പം നെയ്യും വാസലിനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാം. ഈ വലിയ കൊടുത്തിട്ട് ക്രീമുകളുടെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.